നടിയാക്രമിച്ച കേസിന്റെ വിധി ചോർന്നുവെന്ന ഊമക്കത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ്. വിശദാംശം ചോർന്നതിൽ അന്വേഷണം വേണം. വിധി പറയുന്നതിന് ഒരാഴ്ച മുമ്പാണ് വിധിയുടെ പ്രധാന വിവരങ്ങൾ ഊമക്കത്തായി ചിലർക്ക് ലഭിച്ചത്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട്. കമലേഷ്, ഈ വിധിന്യായത്തിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ഊമക്കത്തിലൂടെ ഒരാഴ്ചയ്ക്ക് മുമ്പ് ലഭിക്കുകയും ചെയ്തത്. അതാണ് സംശയത്തിനിടയാക്കിയത്. ഏതായാലും ഇപ്പോൾ ബൈജു പൗലോസ് എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് DGPക്ക് നൽകിയ പരാതി? സിജു, ഇതിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് എങ്ങനെ പുറത്തെത്തി, ഈ വിധി പകർപ്പ് എങ്ങനെ വിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഒരാഴ്ച മുൻപ് തന്നെ പുറത്തെത്തി എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം എന്ന ആവശ്യമാണ് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസ് ഇപ്പോൾ DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതിൽ ഈ വിധി പരാമർശം എന്ന നിലയിൽ ഒരു ഊമക്കത്തായിട്ടാണ് ഇത് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇതിൽ വളരെ ഗുരുതരമായി, ഈ ഊമക്കത്തിൽ തന്നെ വളരെ ഗുരുതരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ വിധി എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായി പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്, ചില വഴിവിട്ട നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ചില ഡീലുകൾ ഈ വിധിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഈ ഊമക്കത്തിൽ പ്രധാനമായും ഉണ്ടായിട്ടുള്ളത്. അക്കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ ഒരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഈ അഭിഭാഷക കൗൺസിലാണ് ചീഫ് ജസ്റ്റിസിന്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഇത് സംബന്ധിച്ച ഒരു പരാതി നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഊമക്കത്ത് പ്രചരിക്കുന്നുണ്ട്, അത് കോടതിയുടെ കാര്യങ്ങളെ കൂടി ഇത്തരത്തിൽ ഒരു സംശയത്തിന് നിലനിർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു അന്വേഷണം വേണമെന്നതാണ് അഭിഭാഷക കൗൺസിലിന്റെ ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസും DGPക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുള്ളത്. ഈ ഊമക്കത്ത് എന്ന നിലയിൽ ഈ വിധി പകർപ്പ് നേരത്തെ തന്നെ, വിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ വിധി പകർപ്പിലുള്ള വസ്തുതകളും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഒരു ഊമക്കത്ത് വന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണം എന്നതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിലവിൽ ഇപ്പോൾ DGPക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. സിജു.